BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ നബിദിന അവധി പ്രഖ്യാപിച്ചു. നബിദിനം പ്രമാണിച്ച ഈ മാസം 15-ന് പൊതു അവധി പ്രഖ്യാപിച്ച ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ സർക്കുലർ പുറത്തിറക്കി. രാജ്യത്തെ മന്ത്രാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അന്നേ ദിവസം അവധിയായിരിക്കും. തുടർച്ചയായ രണ്ടാം തവണയും ലോക എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം ചൂടിയ ഷെയ്ഖ് നാസറിനെ അഭിനന്ദിച്ച ബഹ്റൈൻ ഭരണാധികാരികൾ. ഫ്രാൻസിലെ മോൺപാസിയർ ഫീൽഡിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലെ ഈ വിജയം രാജ്യത്തിനാകമാനം സന്തോഷം നൽകുന്നതാണെന്ന് ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്റ്റി ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പറഞ്ഞു. രാജ്യത്തിന്റെ കായിക മേഖലയുടെ പുരോഗതിക്കായി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ നൽകുന്ന പിന്തുണയെയും ഹമദ് രാജാവ് അഭിനന്ദിച്ചു. ബഹ്റൈന്റെ ആഗോള കായിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഷെയ്ഖ് നാസറിന്റെ നേതൃത്വത്തെ കിരീടാവകാശി പ്രശംസിക്കുകയും റോയൽ എൻഡ്യൂറൻസ് ടീമിന് കൂടുതൽ വിജയങ്ങൾ ആശംസിക്കുകയും ചെയ്തു. ദേശീയ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന ബഹ്റൈൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ബോർഡ് അംഗങ്ങൾ അടുത്തയാഴ്ച ഇന്ത്യ സന്ദർശിക്കും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശന പരിപാടി അടുത്ത തിങ്കളാഴ്ച ആരംഭിച്ച സെപ്റ്റംബർ 14-ന് സമാപിക്കും. സുസ്ഥിര വികസന മന്ത്രിയും ബഹ്റൈൻ EDB ചീഫ് എക്സിക്യൂട്ടീവുമായ നൂർ അൽ ഖുലൈഫയുടെ നേതൃത്വത്തിലാണ് പര്യടനം. ബഹ്റൈൻ EDBയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നിക്ഷേപാവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിനിധി സംഘം മുംബൈ, ബംഗളൂരു, ചെന്നൈ നഗരങ്ങൾ സന്ദർശിക്കും. വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിന്റെ 2023 കണക്കനുസരിച്ച് 10,900 ഇന്ത്യൻ കമ്പനികളും ഇന്ത്യൻ സംയുക്ത സംരംഭങ്ങളും ബഹ്റൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിലെ 6ാമത്തെ മികച്ച നിക്ഷേപ രാജ്യമാണ് ഇന്ത്യ. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ പുതുതായി അധികാരമേറ്റ ഭരണസമിതി അംഗങ്ങളെ ഇന്ത്യൻ അംബാസഡർ HE വിനോദ് കെ ജേക്കബ് അനുമോദിച്ചു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഭാവി പരിപാടികളെപ്പറ്റി അംബാസഡറുമായി ചർച്ച നടത്തുകയും സംഘടനയുടെ വിഷൻ 2050 എന്ന കർമ്മ പരിപാടിയുടെ വിവിധ ലക്ഷ്യങ്ങൾ ഇന്ത്യൻ സ്ഥാനപതിയോട് വിശദീകരിക്കുകയും ചെയ്തു. മിഷൻ 2050ന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി എംബസിയുടെ സഹായ സഹകരണങ്ങൾ സംഘടനാ നേതൃത്വം അഭ്യർത്ഥിച്ചു. എംബസി നൽകി വരുന്ന എല്ലാ പിന്തുണയ്ക്കും സംഘടനാ നേതൃത്വം നന്ദി അറിയിച്ചു. എംബസി സെക്കൻഡ് സെക്രട്ടറി ഇജാസ് അസ്ലം മീറ്റിംഗിൽ പങ്കെടുത്തു. പ്രവാസി വെൽഫെയർ സംഘടിപ്പിക്കുന്ന പ്രവാസോണം ഓണാഘോഷ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദ്രുദ്ദീൻ പൂവാർ പോസ്റ്റർ പ്രവാസോണം ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ ഷാഹുൽ വെന്നിയൂരിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. ഒക്ടോബർ 4-ന് മനാമ കർണാടക ക്ലബ്ബിലാണ് ഓണാഘോഷ പരിപാടികൾ അരങ്ങേറുന്നത്. ദിവസം മുഴുവൻ നീളുന്ന ഓണാഘോഷ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് ഷാഹുൽ വെന്നിയൂർ ജനറൽ കൺവീനറും രാജീവ് നാവായിക്കുളം, മൊയ്തു തിരുവള്ളൂർ, അനിൽ ആറ്റിങ്ങൽ എന്നിവർ കൺവീനർമാരുമായ 51 അംഗ സംഘാടക സമിതിയെ തെരഞ്ഞെടുത്തു. പ്രവാസി സെന്ററിൽ നടന്ന പ്രവാസോണം പോസ്റ്റർ പ്രകാശനത്തിലും സംഘാടക സമിതി യോഗത്തിലും പ്രവാസോണം ജനറൽ കൺവീനർ ഷാഹുൽ വെന്നിയൂർ അധ്യക്ഷത വഹിച്ചു. ലിഖിത ലക്ഷ്മണൻ സംഘാടക സമിതി രൂപീകരണത്തിന് നേതൃത്വം നൽകി. സഞ്ജു സാനു സ്വാഗതവും ബദ്രുദ്ദീൻ പൂവാർ നന്ദിയും അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം അമേരിക്ക സന്ദർശിക്കും. നിർണായകമായ കോഡ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അമേരിക്കയിലെത്തുന്നത്. 3ാം വട്ടവും പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം കഴിഞ്ഞ 2 മാസത്തിനിടെ നരേന്ദ്രമോദി റഷ്യയും യുക്രൈനും സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് അമേരിക്കയിലേക്കുള്ള യാത്ര. ഈ മാസം 21-ന് ഡെലവെയറിലെ വില്ലിംഗ്ടണിലാണ് കോഡ് ഉച്ചകോടി നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ജപ്പാന്റെ ഹ്യൂമിയോ കിഷിദയും ഇക്കുറി സ്ഥാനം ഒഴിയുന്നതിൽ കോഡ് സംഘത്തിലെ നിലവിലുള്ള എല്ലാ നേതാക്കളും ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസാന സമ്മേളനമാണിത്. 2025-ൽ ഇന്ത്യയാണ് കോഡ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. കോഡ് സഖ്യം രൂപീകരിച്ചിട്ട് 20 വർഷം തികയുന്നു എന്ന പ്രത്യേകതയും ഡെലവറയിൽ നടക്കുന്ന ഉച്ചകോടിക്കുണ്ട്. കേന്ദ്ര സർക്കാർ അഭിഭാഷക പാനലിൽ ചാണ്ടി ഉമ്മൻ MLA നാഷണൽ ഹൈവേ അതോറിറ്റി പാനലിലാണ് ഇടം നേടിയത്. 63 അംഗ പാനലിൽ 19-ാമനായാണ് ചാണ്ടി ഉമ്മൻ ഉള്ളത്. പാനലിലുള്ളത് പുതുപ്പള്ളി MLA ആണെന്ന് NHI സ്ഥിരീകരിച്ചു. ഇതാദ്യമായാണ് ഉന്നത കോൺഗ്രസ് നേതാവ് കേന്ദ്ര സർക്കാർ പാനലിൽ ഉൾപ്പെടുന്നത്. മുൻപ് താൻ ഈ പാനലിൽ ഉണ്ടായിരുന്നെന്നും പുതുക്കിയിറക്കിയപ്പോൾ വീണ്ടും ഉൾപ്പെടുത്തിയതാകാമെന്നാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അതേസമയം BJP അഭിഭാഷകർക്കിടയിൽ ഇത് വലിയ സ്വാരസ്യങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിലും വിഷയം ചർച്ചയാകാനും സാധ്യതയുണ്ട്.
കേരളത്തിലെ ബെവ്കോ മദ്യം ലക്ഷദ്വീപിലേക്ക് എത്തുന്നു. മദ്യം വിൽക്കാനായി സംസ്ഥാന സർക്കാർ ബെവ്കോയ്ക്ക് അനുമതി നൽകി ഉത്തരവിറക്കി. ബംഗാരം ദ്വീപിലാണ് ടൂറിസ്റ്റുകൾക്കായി മദ്യ വിൽപ്പന നടത്താൻ തീരുമാനം. ഇനി ലക്ഷദ്വീപ് ഭരണകൂടം എന്തൊക്കെ ബ്രാൻഡ് വേണം, എത്ര രൂപയ്ക്ക് മദ്യം വേണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അപേക്ഷ ബെവ്കോ MDക്ക് നൽകണം. ഇതുകൂടാതെ മദ്യം അതിർത്തി കടത്തിക്കൊണ്ടുപോകാൻ എക്സൈസിന്റെ പ്രത്യേക അനുമതിയും വേണം. ഈ നടപടി പൂർത്തിയാക്കിയാൽ കോഴിക്കോട്, കൊച്ചി വെയർ ഹൌസുകളിൽ നിന്നും മദ്യം നൽകും. ആദ്യമായാണ് ഒരു കേന്ദ്രഭരണ പ്രദേശം കേരളത്തിൽ നിന്നും വലിയ തോതിൽ മദ്യം വാങ്ങുന്നത്. ധർമ്മടം മണ്ഡലത്തിലെ വിവിധ പദ്ധതികളുടെ പുരോഗതി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലയിരുത്തി. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന കൾച്ചറൽ സെന്ററിന്റെ DPR സെപ്റ്റംബർ 30-നകം തയ്യാറാകും. 4.5 ഏക്കർ സ്ഥലം ഇതിനായി ഏറ്റെടുത്ത് കൈമാറിക്കഴിഞ്ഞു. നിശ്ചയിച്ച സമയത്ത് പദ്ധതി പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പാലയാട് സിനി തിയേറ്ററിന്റെ DPR 1 മാസത്തിനകം തയ്യാറാക്കും. അഞ്ചരക്കണ്ടി ഫയർ അക്കാദമിയുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും യോഗം വിലയിരുത്തി. അക്കാദമി സ്ഥാപിക്കുമ്പോൾ 15 കുടുംബങ്ങളുടെ വഴി തടസ്സപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകും. ഏറ്റെടുത്ത ഭൂമിയിൽ ഇവർക്കായി പ്രത്യേകം വഴി ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ടെന്നും കണ്ണൂർ കളക്ടർ യോഗത്തിൽ ഉറപ്പു നൽകി. പിണറായി സ്പെഷ്യാലിറ്റി സെന്ററിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ മഴ കനക്കാൻ സാധ്യത. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ഇറ്റാലിയൻ താരം യാനിക് സിന്നറിന്. ഫൈനൽ മത്സരത്തിൽ USന്റെ ടെയ്ലർ ഫ്രിറ്റ്സിനെ പരാജയപ്പെടുത്തിയാണ് സിന്നർ കിരീടം സ്വന്തമാക്കിയത്. ഈ വർഷത്തിൽ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടവും താരം വിജയിച്ചിരുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ താൽക്കാലിക വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കുള്ള വാടക ഓണത്തിന് മുൻപ് നൽകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. താൽക്കാലിക വീടുകളിൽ കഴിയുന്ന 535 കുടുംബങ്ങളുടെ വാടക തുക ബാങ്ക് അക്കൗണ്ട് മുഖേന നൽകുന്നതിന് വൈത്തിരി താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ച 174 പേരുടെ വിവരങ്ങൾ അടങ്ങിയ പുതിയ ലിസ്റ്റ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ലഭ്യമാക്കി. ഈ ലിസ്റ്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, തഹസിൽദാർ, താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർമാർ എന്നിവർ ഉൾപ്പെടുന്ന 3-അംഗ സംഘം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.